അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് മാക്സിമം ആൻഡ് മിനിമം ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x² + 2 യൂസിങ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. സോ നമ്മള് നേരെ സേജിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോ നമ്മുടെ സേജിലേക്ക് പോവുകയാണ്. സേജില് നമ്മുടെ പ്രോഗ്രാം നിങ്ങൾക്കറിയാം. ആദ്യം തന്നെ വേരിയബിൾ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ എക്സിലാണ് ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നത്. അപ്പോ എക്സ് ഇസ് ഈക്വൽ ടു VAR എക്സ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തരുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. കാരണം നിങ്ങളുടെ സിസ്റ്റം ഡിഫോൾട്ട് ആയിട്ട് എക്സിനെ വേരിയബിൾ ആയി തന്നെയാണ് കാണുന്നത്. കുഴപ്പമില്ല. നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നു. ഞാൻ അയാൾക്ക് കൊടുക്കുന്ന പേര് എഫ് ഓഫ് എക്സ് എന്ന് തന്നെ. എഫ് എന്ന് മാത്രം കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. വേണമെങ്കിൽ ഞാൻ എഫ് എന്ന് കൊടുക്കാം. എന്തിനാണ് കൂടുതൽ നമ്മൾ കുഴപ്പത്തിലേക്ക് പോകുന്നത്? എഫ് എന്ന് മാത്രം കൊടുക്കാം. എഫ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് കൊടുത്തു. -3x² ആണ്. -3 × 3 എന്ന് പറയുമ്പോൾ സ്റ്റാർ കൊടുക്കണം. x² ആണ്. x² + 2 x² + 2 കഴിഞ്ഞു. ഒരു സ്പേസ് അവിടെ കൊടുക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ സിസ്റ്റം എല്ലാവരും ഒരുമിച്ചാണ് തെറ്റിദ്ധരിക്കാതിരിക്കാൻ ഒരു സ്പേസ് കൊടുക്കുന്നത് നല്ലതാണ്. മാക്സിമം എല്ലാ സിസ്റ്റവും അങ്ങനെ ചെയ്യില്ല. പക്ഷെ നമ്മൾ പഴയ സിസ്റ്റത്തില് കോളേജിൽ പഴയ സിസ്റ്റത്തിലൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് സൂക്ഷിക്കുക. നെക്സ്റ്റ് നമുക്ക് ഇയാളുടെ ഡെറിവേറ്റീവ് വേണം. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിന് ഫസ്റ്റ് ഡെറിവേറ്റീവ് നിർബന്ധമായും വേണം. അതുകൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുന്നു. അയാൾക്ക് ഞാൻ പേര് കൊടുക്കുന്നത് DF എന്നാണ്. ഡെറിവേറ്റീവിന് ഞാൻ കൊടുക്കാൻ പോകുന്നത് DF എന്നാണ്. ഡെറിവേറ്റീവ് എടുക്കേണ്ട ഫംഗ്ഷൻ DFF f(x). ഞാൻ പറഞ്ഞിരുന്നു ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് f(x) എന്ന് കൊടുക്കുന്നത്. ഡെറിവേറ്റീവ് എടുക്കണം. എന്തിലെടുക്കണം? എക്സിലെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പൊ നമുക്ക് ഇപ്പൊ ഡെറിവേറ്റീവ് എടുത്ത സ്ഥിതിക്ക് അതൊന്ന് പ്രിന്റ് ചെയ്തേക്കാം. പ്രിന്റ് കൊടുക്കുന്നു. പ്രിന്റ് ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ പുള്ളിക്കാരനെ പ്രിന്റ് ചെയ്യാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ പ്രിന്റ് ചെയ്യാം. DFനെ പ്രിന്റ് ചെയ്താൽ മതി. അത് പ്രിന്റ് ആയിക്കോളും. നെക്സ്റ്റ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. ഡെറിവേറ്റീവിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷൻ ആണ് ക്രിട്ടിക്കൽ പോയിന്റ്. ഡെറിവേറ്റീവിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷൻ ആണ് ക്രിട്ടിക്കൽ പോയിന്റ്. ഞാൻ ക്രിട്ടിക്കൽ പോയിന്റിന് CP എന്ന് കൊടുക്കുകയാണ്. പേര് കൊടുക്കുന്നത് CP എന്നാണ്. ഒരു സ്പേസ് ഇവിടെ കൊടുത്തേക്കാം. നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റിന് CP എന്ന് പേര് കൊടുക്കാം. CP കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ സോൾവ് ചെയ്യണം. അതായത് സോൾവ് ഫംഗ്ഷൻ വിളിക്കുകയാണ്. ആരെ സോൾവ് ചെയ്യണം? ഡെറിവേറ്റീവ് DF ആണ്. DFനെ ഈക്വൽ ടു 0 സോൾവ് ചെയ്യുക. ആർക്ക് വേണ്ടി സോൾവ് ചെയ്യുക? എക്സിന് സോൾവ് ചെയ്യുക. വേരിയബിൾ എക്സ് ആണ്. അതുകൊണ്ടാണ് എക്സിന് സോൾവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ് സോൾവ് ചെയ്ത് കിട്ടി. കിട്ടിയ ക്രിട്ടിക്കൽ പോയിന്റ്സ് CP ഈക്വൽ ടു നമ്മൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. CP ഡോട്ട് RHS for C in CP. അതായത് വേറൊന്നുമല്ല, ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് ക്രിട്ടിക്കൽ പോയിന്റുകളുടെ കൂട്ടത്തിൽ നിന്ന്, അതായത് ക്രിട്ടിക്കൽ പോയിന്റ് ഒരു 5-6 വരാലും നിങ്ങൾക്കറിയാം. ക്രിട്ടിക്കൽ പോയിന്റ് നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. ക്രിട്ടിക്കൽ പോയിന്റ് സോൾവ് ചെയ്യാൻ ഡെറിവേറ്റീവിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്താൽ മതി. അത് തൊട്ട് മുമ്പേ ചെയ്തു. എന്നിട്ട് അയാൾക്ക് CP എന്ന് പേര് കൊടുത്തു.
നമ്മൾ ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ക്രിട്ടിക്കൽ പോയിന്റ്സിന്റെ ഇടയിൽ നിന്ന് ആൾക്കാരെ ചൂസ് ചെയ്യാൻ. ക്രിട്ടിക്കൽ പോയിന്റ്സിന്റെ ഇടയിൽ നിന്ന് നമുക്ക് ആൾക്കാരെ വേണം. ക്രിട്ടിക്കൽ പോയിന്റ്സിന്റെ ഇടയിൽ നിന്ന് ആൾക്കാരെ വേണമെങ്കിൽ ഞാൻ അയാളെ സി എന്നാണ് വിളിക്കുന്നത്. ഞാൻ അയാളെ സി എന്നാണ് വിളിക്കുന്നത്. അതാണ് നിങ്ങൾ അവിടെ കണ്ടത്. സി പി ഡോട്ട് ആർ എച്ച് എസിന് പകരം സി ഡോട്ട് ആർ എച്ച് എസ് എന്ന് എടുത്താൽ, കാരണം സി എന്നാണല്ലോ വിളിക്കുന്നത്, സി എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് സി ഡോട്ട് ആർ എച്ച് എസ്. ദിസ് ഇസ് എ പ്രോസസ് ഓഫ് ചൂസിങ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. ദിസ് ഇസ് എ പ്രോസസ് ഓഫ് ചൂസിങ് ക്രിട്ടിക്കൽ പോയിന്റ്സ് എമംഗ് ദം. ക്രിട്ടിക്കൽ പോയിന്റ്സിന്റെ ഇടയിൽ നിന്ന് ക്രിട്ടിക്കൽ പോയിന്റ്സിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതായത് ഓരോരുത്തരെയായിട്ട് എടുക്കണമല്ലോ, ക്രിട്ടിക്കൽ പോയിന്റ്സിന്റെ ഇടയിൽ നിന്ന് ഓരോരുത്തരെയായിട്ട് എടുക്കണമല്ലോ, അതിനു വേണ്ടി ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്തായാലും ഈ ക്രിട്ടിക്കൽ പോയിന്റ്സിനെ പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. പ്രിന്റ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. ക്രിട്ടിക്കൽ പോയിന്റ്സ് ഇതുപോലെ തന്നെ പ്രിന്റ് ആവും. സി പി. ക്രിട്ടിക്കൽ പോയിന്റ്സിന് സി പി എന്നാണ് പേര് കൊടുത്തത്. അപ്പൊ സി പി എന്ന് പറയുമ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ്സ് പ്രിന്റ് ആയി. എല്ലാ ക്രിട്ടിക്കൽ പോയിന്റ്സ് പ്രിന്റ് ആയി. ഇനി അടുത്ത കാര്യം, നിങ്ങൾക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. ഓരോ ക്രിട്ടിക്കൽ പോയിന്റ് എടുക്കുക, അതിന്റെ ഇടത് ഭാഗത്തും വലത് ഭാഗത്തുമുള്ള ഓരോ വാല്യൂ എടുക്കുക. അതിനുശേഷം അതിനെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കൊടുക്കുക. ഇടത് ഭാഗത്തുള്ളത് പോസിറ്റീവും വലത് ഭാഗത്തുള്ളത് നെഗറ്റീവുമാണെങ്കിൽ മാക്സിമ, ഇടത് ഭാഗത്തുള്ളത് നെഗറ്റീവും വലത് ഭാഗത്തുള്ളത് പോസിറ്റീവുമാണെങ്കിൽ മിനിമം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. അതുകൊണ്ട് നമ്മൾ ഫോർ സി ഇൻ സി പി, അതായത് ക്രിട്ടിക്കൽ പോയിന്റ്സുകളുടെ ഇടയിൽ സിയെ വിളിക്കുകയാണ്. ക്രിട്ടിക്കൽ പോയിന്റ്സ് സി പി ആണ്. അവരുടെ ഇടയിൽ ആരെ വിളിക്കുകയാണ്? സിയെ വിളിക്കുക. അവരുടെ ഇടയിൽ സിയെ വിളിക്കുകയാണ്. എന്താണ്? ലെഫ്റ്റ് ഈക്വൽ ടു സി മൈനസ് 0.1. സി മൈനസ് 0.1. അതായത് നമ്പർ ലൈനിലെ ലെഫ്റ്റിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ മൈനസ് ചെയ്യണം, നമ്പർ ലൈനിലെ റൈറ്റിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ ആഡ് ചെയ്യണം. ഞാൻ പറഞ്ഞു ഇടത് ഭാഗത്തും വലത് ഭാഗത്തുള്ള ഒരു വാല്യൂ എടുക്കണം. നമ്മൾ ലിറ്ററലി ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം 2ഉം 1ഉം 2ഉം കിട്ടുകയാണെങ്കിൽ -1ന്റെ 0യുടെ ഇടയിൽ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാൻ പറഞ്ഞാൽ 0 എടുക്കും. 0 ആണ് കൊടുക്കാനുള്ള എളുപ്പം. 2ഉം 5ഉം വരികയാണെങ്കിൽ അതിന്റെ ഇടയിൽ ഞാൻ 4 എടുക്കും. അല്ലാതെ 2.1 ഒന്നും ഞാൻ എടുക്കില്ല. കാരണം അറിയാം അത് കൊടുത്ത് സോൾവ് ചെയ്ത് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന്. പക്ഷെ ഇതിപ്പോ കമ്പ്യൂട്ടറല്ലേ ചെയ്യുന്നത്, നമുക്ക് അതുകൊണ്ട് പാടില്ല. നമുക്ക് ഇവിടെ ഇപ്പൊ കമ്പ്യൂട്ടർ ചെയ്ത് തരുമല്ലോ, അതുകൊണ്ട് നമ്മൾ അത് നോട്ട് ചെയ്യണ്ട. അതുകൊണ്ട് സിയുടെ ലെഫ്റ്റിലുള്ള പോയിന്റ് കാണാൻ സിയിൽ നിന്ന് ഒരു 0.1 കുറച്ചാൽ മതി. സിയിലുള്ള ലെഫ്റ്റിലുള്ള പോയിന്റ് കിട്ടിക്കോളും. ഇനി റൈറ്റ് സൈഡിലുള്ള പോയിന്റ് കിട്ടാൻ സിയുടെ കൂടെ 0.1 ആഡ് ചെയ്താൽ മതി. സിയുടെ കൂടെ 0.1 ആഡ് ചെയ്താൽ മതി, കിട്ടിക്കോളും. കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള ഓരോ വാല്യൂ കിട്ടും. പേടിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഡി എഫ് ലെഫ്റ്റ്. അതായത് വേറൊന്നുമല്ല, നമ്മുടെ ഡെറിവേറ്റീവിന്റെ അകത്ത് ഡി എഫ് എൽ എന്ന് എഴുതാം. ഡെറിവേറ്റീവിന്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈ കിട്ടിയ ലെഫ്റ്റ് വാല്യൂ ഇല്ലേ, അത് കൊടുക്കാൻ പോവാണ്. അപ്പോ ഡി എഫിന്റെ അകത്ത് സിമ്പിൾ ആയിട്ട് ലെഫ്റ്റ് കൊടുക്കുക. ശ്രദ്ധിക്കുക, ഈ ഒരു കാര്യം, അതായത് ഡി എഫിന്റെ അകത്ത് സിമ്പിൾ ആയിട്ട് ലെഫ്റ്റ് കൊടുക്കുക എന്നുള്ള കാര്യം ചിലപ്പോ നമ്മുടെ കമ്പ്യൂട്ടറിൽ വർക്കാവാൻ സാധ്യതയില്ല. കാരണം വേറൊന്നുമല്ല, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒരു പ്രോഗ്രാം ഉപയോഗിക്കേണ്ടി വരും. ഡി എഫിന്റെ അകത്ത് ഇങ്ങനെ ചുമ്മാ, അതായത് ഡി എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവിന്റെ അകത്ത് ലെഫ്റ്റ് മീൻസ് ആ ഒരു നേരത്തെ കിട്ടിയ വാല്യൂ ആണ് ലെഫ്റ്റ്, അയാളെയാണ് ലെഫ്റ്റ് വാല്യൂ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അയാൾ അങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വെയിറ്റ് എ സെക്കൻഡ്.
ഓക്കെ. എനിക്ക് ഈ ഒരു കാര്യത്തിലൊരു ഡൗട്ട് ഉള്ളത് കൊണ്ടാണ്, ഈ ഒരു കാര്യത്തിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം നമ്മൾ വിചാരിച്ച പോലെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ആവില്ല. df.subs df.subs x is equal to ലെഫ്റ്റ് എന്ന് കൊടുക്കേണ്ടി വരും. ഡി എഫിന്റെ അകത്ത് എക്സിന് ലെഫ്റ്റ് എന്ന് പറയുന്നത് C-01 ഇല്ലേ, C-0.1, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും. അയാള് DF1 എന്ന് എടുക്കാം. അല്ലാതെ നമ്മൾ ഇപ്പൊ കാണിച്ച പോലെ ഇപ്പൊ എന്റെ കമ്പ്യൂട്ടറിൽ അത് വർക്ക് ആവുമായിരിക്കും, ഇപ്പൊ അത് വർക്ക് ആവുമായിരിക്കും. പക്ഷെ കോളേജിലെ കമ്പ്യൂട്ടറിൽ അത് അതേപോലെ വർക്ക് ആവണമെന്നില്ല. അപ്ഡേറ്റഡ് വെർഷൻ ഇല്ലാത്ത കമ്പ്യൂട്ടറിൽ നമുക്ക് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ടിന് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കൊടുക്കാതെ നടക്കുമെന്ന് തോന്നുന്നില്ല. df.subs x is equal to ലെഫ്റ്റ്. നമുക്കത് നോക്കാം. എനിക്ക് എന്തായാലും കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോ അങ്ങനെ മാറ്റിയിരിക്കുന്നത്. അതുപോലെ സിയുടെ അടുത്ത വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ DF6 എന്ന് എടുക്കുകയാണ്. റൈറ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിന് df.subs x is equal to right. റൈറ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നെക്സ്റ്റ് നമുക്കത് പ്രിന്റ് ചെയ്യാം. എന്താണ് പ്രിന്റ് ചെയ്യാനുള്ളതെന്ന് നോക്കാം. ഞാനിപ്പോ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത് പ്രിന്റ് ചെയ്യേണ്ട ആ ഒരു ഫംഗ്ഷനെ, പ്രിന്റ് ചെയ്യേണ്ട കാര്യത്തിന് എന്താണ് ഡിസ്പ്ലേ ചെയ്യുന്ന മറ്റൊരു രീതിയാണ്. എഫ് കോട്സ് ഇങ്ങനെ തുടങ്ങുന്നു. എഫ് ഡബിൾ കോട്സ് #n അനലൈസിങ് critical points. X is equal to C. X is equal to അതായത് നമ്മള് സത്യം പറഞ്ഞാല് അനലൈസിങ് ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട്, ക്രിട്ടിക്കൽ പോയിന്റ്സ് എക്സ് is equal to എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? മറ്റേ നേരത്തെ ചെയ്ത പോലെ പ്രിന്റ് ചെയ്യേണ്ട കാര്യത്തിന് മാത്രം ഡബിൾ കോട്ട്സ് കൊടുത്തിട്ട് കോമയിട്ട് ഈ സി ഇത് പ്രിന്റ് ചെയ്ത് വരേണ്ട നമ്മുടെ ഓൾറെഡി ഫംഗ്ഷനിൽ നിന്ന് എടുക്കേണ്ട വാല്യൂ ആണ്. സിനെ വെളിയിൽ കൊടുക്കും, CP, അതേപോലെ സിനെ ഇവിടെ കൊടുക്കും. ഇതിപ്പോ എല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ്. ഇവിടെ #n കൊടുക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രിന്റ് ആവും, /n കൊടുക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രിന്റ് ആവും. ഇതുപോലെ വാല്യൂ ഉള്ള വേരിയബിൾ ഉള്ള ആളെ മാത്രം നമ്മൾ കേളി ബ്രാക്കറ്റിനകത്ത് കൊടുക്കേണ്ടി വരും. ഒരു വെറൈറ്റിക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരാളെ, നിങ്ങൾ ഇതാണ് പഠിച്ചതെങ്കിൽ ഇയാളെ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മീൻസ് അയാളെ നിങ്ങൾക്ക് പ്രിന്റിന് കൊടുക്കാം, പ്രശ്നങ്ങളൊന്നും വരില്ല. കഴിഞ്ഞു. സോ ഇഫ് DFL, നിങ്ങളിപ്പോ ലെഫ്റ്റ് വാല്യൂ ഉണ്ടല്ലോ, ലെഫ്റ്റിലെ വാല്യൂ ഉണ്ട് DFL greater than 0 and DFR less than 0. ലെഫ്റ്റ് വാല്യൂ പോസിറ്റീവും റൈറ്റ് വാല്യൂ നെഗറ്റീവും ആണ് എങ്കിൽ, എന്ത് ചെയ്യണം? അതാണ് അടുത്ത് പറയുന്നത് പ്രിന്റ് ലോക്കൽ മാക്സിമം അറ്റ് ലോക്കൽ മാക്സിമം ആണ് സംഭവിക്കുന്നത്. ലെഫ്റ്റിൽ പോസിറ്റീവും റൈറ്റിൽ നെഗറ്റീവും ആണെങ്കിൽ ലോക്കൽ മാക്സിമം ആണ് സംഭവിക്കുന്നത്. ലോക്കൽ മാക്സിമം അറ്റ് സി
ലോക്കൽ മാക്സിമം സിയിൽ സംഭവിക്കുന്നു. അപ്പൊ അതിന് ഫംഗ്ഷന്റെ അകത്ത് കൊടുത്ത മാക്സിമം വാല്യൂ കൂടെ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ അത് വിത്ത് വാല്യൂ ഈക്വൽ ടു എഫിന്റെ അകത്ത് സി വാല്യൂ കൊടുക്കണം. ഞാൻ പറഞ്ഞു അത് നമ്മൾ ചുമ്മാ പറഞ്ഞാൽ കിട്ടില്ല. എഫ് ഡോട്ട് എസ് യു ബി എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എക്സ് ഇസ് ഈക്വൽ ടു സി. എക്സിന് സി കൊടുക്കണം, എഫിന്റെ അകത്ത് എക്സിന് പകരം സി കൊടുക്കണം. കഴിഞ്ഞു. പക്ഷെ ഞാൻ പറയുന്നു കുറച്ചുകൂടെ നല്ല അപ്ഡേറ്റഡ് വെർഷൻ ആണെങ്കിൽ എഫ് ഓഫ് സി എന്ന് തന്നെ കൊടുത്താൽ മതി, കമ്പ്യൂട്ടർ അത് റീഡ് ചെയ്തോളും. നെക്സ്റ്റ് ഇഫ് നടന്നില്ല. അതായത് ഡി എഫ് എൽ ഗ്രേറ്റർ ദാൻ സീറോയും ഡി എഫ് ആർ ലെസ് ദാൻ സീറോയും ആയില്ല. എൽസിഫ് ഇത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. എൽസിഫ് ഇ എൽ ഐ എഫ് എന്ന് കൊടുക്കാം. അല്ല എങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നോക്കുകയാണെങ്കിൽ എൽസിഫ് എന്ന് തന്നെ അടിക്കണം. ELSE ഇഫ് എന്ന് തന്നെ അടിക്കേണ്ടി വരും. ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഇപ്പൊ ഇവിടെ വർക്കാവും. എൽസ് ഇഫ് എന്ന് പറയുന്ന കാര്യം വർക്കാവും. എനിക്കതിന് ഡൗട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ തന്നെ പോയത്. എൽസിഫ് ഇങ്ങനെ തന്നെ പോകുന്നത് അതുകൊണ്ടാണ്. എൽസിഫ് നമുക്കിത് മതി. എൽസിഫ് ഡി എഫ് എൽ ഗ്രേറ്റർ ദാൻ സീറോ. അതായത് ലെഫ്റ്റ് വാല്യൂ ഗ്രേറ്റർ ദാൻ സീറോ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ലെസ് ദാൻ സീറോ ആൻഡ് ഡി എഫ് ആർ ഗ്രേറ്റർ ദാൻ സീറോ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം സംഭവിക്കുന്നത് മിനിമയാണ്. അപ്പൊ അത് പ്രിന്റ് ചെയ്യണം. ഇതേ കാര്യം തന്നെയാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോ ഞാനത് കോപ്പി ചെയ്തു. കോപ്പി ആയില്ല. മിനിമം at x is equal to c with the value f dot subs x is equal to c. ഇത് രണ്ടും നടന്നില്ല. അതായത് ഡി എഫ് ഗ്രേറ്റർ ദാൻ സീറോ, ഡി എഫ് ലെസ് ദാൻ സീറോ ആയില്ല. ഡി എഫ് എൽ ലെസ് ദാൻ സീറോ, ഡി എഫ് ആർ ഗ്രേറ്റർ ദാൻ സീറോ. ഇത് രണ്ടും നടന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എൽസ്. ഇത് രണ്ടും നടന്നില്ല എങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ള കാര്യമാണ് എൽസ് പറയുന്നത്. പ്രിന്റ് നോ കൺക്ലൂഷൻ. ഒരു കൺക്ലൂഷനും ഇല്ല. എവിടെ? ഏത് പോയിന്റ്? ചിലപ്പോൾ 2-3 പോയിന്റ് കാണാം. 2-3 പോയിന്റ് കാണാം. ചിലപ്പോൾ ഏത് പോയിന്റിലാണെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നോ കൺക്ലൂഷൻ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു. ഏത് പോയിന്റിലാണ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതെന്നും വ്യക്തമായിട്ട് നമ്മൾ കാണിക്കണം. ഏത് പോയിന്റിലും ആണ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതെന്നും വ്യക്തമായിട്ട് നമ്മൾ പറയണം. സി എന്ന പോയിന്റ് ഒരു പർട്ടിക്കുലർ പോയിന്റിലായിരിക്കും കൺക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത്. ആ പോയിന്റിനെ ഞാൻ സി എന്ന് മാർക്ക് ചെയ്യുന്നു. കഴിഞ്ഞു. നോ കൺക്ലൂഷൻ. എനിക്ക് അവിടെ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സി. വീണ്ടും പറയുന്നു, ഇത് റൺ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ എറർ കാണാം. നമുക്ക് നോക്കാം. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയാണ്. വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിന് ഡെറിവേറ്റീവ് വേണം. ഡെറിവേറ്റീവ് ഡിസ്പ്ലേ ചെയ്യാനുള്ള കാര്യം. എന്നിട്ട് ക്രിട്ടിക്കൽ പോയിന്റ് കാണണമെങ്കിൽ ഡെറിവേറ്റീവിനെ സീറോക്ക് ഇക്വേറ്റ് ചെയ്യണം. അടുത്ത് നമ്മൾ ഈ കാണുന്ന ലൈൻ ഡെറിവേറ്റീവുകളുടെ കൂട്ടത്തിൽ ഒരാളെ ചൂസ് ചെയ്യണം. അതിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ് C.RHS ഫോർ സീൻ സി പി. ക്രിട്ടിക്കൽ പോയിന്റുകളുടെ കൂട്ടത്തിൽ ഒരാളെ ചൂസ് ചെയ്യുമ്പോൾ അയാളുടെ പേര് സി എന്നായിരിക്കണം. എന്നിട്ട് ക്രിട്ടിക്കൽ പോയിന്റ്സ് ഡിസ്പ്ലേ ചെയ്യാനുള്ളത് CP എന്ന് ഡിസ്പ്ലേ ചെയ്യാനുള്ള കാര്യമാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്.
ആൻഡ് മൂവിങ് ഫർദർ നമ്മൾ വീണ്ടും സി പി എന്താണ് ക്രിട്ടിക്കൽ പോയിന്റ്സിന്റെ കൂട്ടത്തിൽ ആളെ ചൂസ് ചെയ്യാണ്. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ ഞാൻ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഞാൻ സി പി വിളിച്ചു. ഇപ്പൊ അത് വിളിക്കേണ്ട കാര്യമില്ല, പ്രിന്റിന് മുമ്പേ വിളിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ വിളിക്കണ്ട, അത് വിളിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും അയാൾക്ക്. ഇവിടെ നിന്ന് വന്നോളൂ, ഇവിടെ നിന്ന് ഡിസ്പ്ലേ ആയിക്കോളും. പ്രിന്റ് ക്രിട്ടിക്കൽ പോയിന്റ്സ് ഇവിടെ നിന്ന് ഡിസ്പ്ലേ ആയിക്കോളും, കുഴപ്പമില്ല. ഓക്കെ, മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ശരി, സി പിയുടെ കൂട്ടത്തിൽ സി യെ വിളിക്കുന്നു. ലെഫ്റ്റ് വാല്യൂ എന്ന് പറയുന്ന സി മൈനസ് 0.1, റൈറ്റ് വാല്യൂ എന്ന് പറയുന്ന സി പ്ലസ് 0.1. ഡെറിവേറ്റീവിന്റെ അകത്ത് ഡി എഫ് എല്ലും ഡി എഫ് ആറും ഡെറിവേറ്റീവിന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വിളിക്കുന്ന ഫംഗ്ഷനാണ് SUBS. അതിനുശേഷം നമ്മുടെ കാര്യം അനലൈസ് ചെയ്യാൻ പോകുന്നു. ക്രിട്ടിക്കൽ പോയിന്റ് ഓരോന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നു. ഡി എഫ് എൽ ഗ്രേറ്റർ ദാൻ 0, ഡി എഫ് ആർ ലെസ് ദാൻ 0 ആണെങ്കിൽ മാക്സിമം ഒന്ന് ഡിസ്പ്ലേ ചെയ്യണം. മാക്സിമം വാല്യൂ കാണാൻ എഫിന്റെ അകത്ത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ എൽസിഫ് ഡി എഫ് എൽ ലെസ് ദാൻ 0, ഡി എഫ് ആർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ സംഭവിക്കുന്നത് മിനിമയാണ്. അത് ഡിസ്പ്ലേ ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇത് രണ്ട് സംഭവിച്ചില്ല എങ്കിൽ നോ കൺക്ലൂഷൻ എന്ന് പ്രിന്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പൊ ഞാൻ റൺ കൊടുത്തിട്ടുണ്ട്. ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡിസ്പ്ലേ ആയി. സ്ലോ ഉണ്ട്, എന്തോ ഒരു സ്ലോനെസ് ഉണ്ട്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡിസ്പ്ലേ ആയി. ബാക്കി കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ക്രിട്ടിക്കൽ പോയിന്റ് അനലൈസിംഗ് പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. ക്രിട്ടിക്കൽ പോയിന്റ് 0യും 2യും വന്നു. 0 എന്ന ക്രിട്ടിക്കൽ പോയിന്റ് അനലൈസ് ചെയ്തപ്പോൾ അത് മാക്സിമം ആയിട്ടാണ് വന്നത്. മാക്സിമം വാല്യൂ 2 ആണ്. അതേപോലെ 2 എന്ന് പറയുന്നത് അടുത്ത ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. അതിനെ അനലൈസ് ചെയ്തു. അയാൾ ലോക്കൽ മിനിമം ആണ്. ലോക്കൽ മിനിമം വാല്യൂ -2 കഴിഞ്ഞു. മാക്സിമയും മിനിമയും ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? വെരിഫൈ ചെയ്തു. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ച് മാക്സിമയും മിനിമയും നമ്മൾ കണ്ടു. ശരി, അപ്പൊ ഈ പറഞ്ഞതിൽ ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഈ ഒരു പ്രോഗ്രാമിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതുന്നത് ഫൈൻഡ് മാക്സിമ ആൻഡ് മിനിമ ഓഫ് ദ ഫംഗ്ഷൻ സെയിം ഫംഗ്ഷൻ ആണ്, ഞാൻ മാറ്റുന്നില്ല. സെയിം ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x³ മൈനസ് 3x² പ്ലസ് 2 യൂസിങ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ച് ഈ സെയിം ഫംഗ്ഷൻ മാറ്റുന്നില്ല. ഈ സെയിം ഫംഗ്ഷന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ച് മാക്സിമം മിനിമം കണ്ടുപിടിക്കുന്നു. ഫസ്റ്റ് ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതിയാവും. സോ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പോകുന്നു. സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ളത് വേണ്ട. ഇതേപോലത്തെ സിമ്പിൾ ആയിട്ടുള്ളത് വന്നു കഴിഞ്ഞാൽ തെറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ ആ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷനും കൂടെ നോക്കാം നമുക്ക്. അപ്പൊ നമ്മള് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഇതിന് എനിക്ക് 2 തവണ ഡെറിവേറ്റീവ് എടുക്കണമെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ഞാൻ വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു. എക്സ് ഇസ് ഈക്വൽ ടു VAR എക്സ്. വേരിയബിൾ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്ന രീതിയാണ് എക്സ് ഇസ് ഈക്വൽ ടു VARX. ഇവിടെ ഒരു
ഡൗട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ നിങ്ങൾ പ്രോഗ്രാം എഴുതുമ്പോൾ ഇപ്പൊ എന്തെങ്കിലും നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ കൂടെ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ELIFന് പകരം എൽസിഫ് കൊടുക്കേണ്ടി വരും. എൽസിഫ് എന്ന് ലിറ്ററലി എഴുതേണ്ടി വരും. ELSE സ്പേസ് ഇഫ് എന്ന് ടൈപ്പ് ചെയ്യേണ്ടി വരും. എറർ വരികയാണെങ്കിൽ അങ്ങനെ ടൈപ്പ് ചെയ്യാൻ നോക്കണം. ഈ എന്റെ കമ്പ്യൂട്ടർ കൂടിയ വേർഷൻ ആയതുകൊണ്ട്, പിന്നെ അല്ല നിങ്ങളിപ്പോ പരീക്ഷിക്കുന്നതാണെങ്കിലും എവിടെയായിരിക്കും നിങ്ങൾ സെർവറിലായിരിക്കും, സേജ് മാത്തിന്റെ സെർവറിലായിരിക്കും നിങ്ങൾ പരീക്ഷിച്ച് നോക്കുന്നത്. രണ്ടിടത്തും ഇത് വർക്കാവും. പക്ഷെ നമ്മുടെ കോളേജിലെ അപ്ഡേറ്റഡ് വേർഷൻ അല്ലാത്തത് കൊണ്ട് അവിടെ ചിലപ്പോൾ വർക്ക് ആയില്ല എന്ന് വരും. അതുകൊണ്ട് ഈ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തിരിക്കണം. നിങ്ങളുടെ കയ്യിൽ റഫ് നോട്ട് ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്തിരിക്കണം. റെക്കോർഡിൽ എഴുതുമ്പോൾ ഇത് എഴുതിയാലും മതി, വിഷയമില്ല, കുഴപ്പമില്ല. കാരണം ഇതൊരു ശരിയായ വേർഷൻ തന്നെയാണ്. അതുകൊണ്ട് റെക്കോർഡിൽ എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. പക്ഷെ അവിടെ പരീക്ഷിക്കുമ്പോൾ ഇങ്ങനെ ഒരു എറർ വരാൻ സാധ്യതയുണ്ട് എന്നൊന്ന് മനസ്സിൽ വച്ചേക്കുക, അല്ലെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്തേക്കുക. ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ശരി, അപ്പൊ നമ്മൾ എന്തായാലും വേരിയബിൾ ഡിഫൈൻ ചെയ്തു. എപ്പോഴത്തെയും പോലെ ഫംഗ്ഷൻ f(x) അല്ലെങ്കിൽ f(x) എന്നൊന്നും ഞാൻ എഴുതുന്നില്ല, വെറുതെ എന്തിനാണ്. x is equal to f is equal to x raised to 3 x raised to 3 minus 3 star x squared plus 4 ഇനി F1 ആയിട്ട് ഞാൻ ഫസ്റ്റ് ഡെറിവേറ്റീവിനാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കാനുള്ള ഫംഗ്ഷൻ DIFF f എക്സിലാണ് ഡെറിവേറ്റീവ് എടുക്കാനുള്ളത്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് രണ്ടാമത്തെ ഡെറിവേറ്റീവ് എടുക്കണം. ഞാൻ അയാളെ F2 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. DIFF ആരുടെ ഡെറിവേറ്റീവ് എടുക്കണം? ഇത്തവണ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഡെറിവേറ്റീവ് ആണ് എടുക്കാൻ, എങ്കിലേ സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടത്തുള്ളൂ. ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടി. ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഡെറിവേറ്റീവ് എടുത്താലേ സെക്കൻഡ് ഡെറിവേറ്റീവ്. നമുക്കിനി ഡെറിവേറ്റീവുകൾ ചുമ്മാ ഒന്ന് പ്രിന്റ് ചെയ്യാം, ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഫംഗ്ഷനെ പ്രിന്റ് ചെയ്യാം. ഫംഗ്ഷൻ ഈസ് f of x is equal to എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഫിനെ പ്രിന്റ് ചെയ്യാം. അടുത്ത ഫസ്റ്റ് ഡെറിവേറ്റീവിനെ പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈസ് f dash of x is equal to എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് F1നെ പ്രിന്റ് ചെയ്യാം. അടുത്ത പ്രിന്റ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഈസ് f double dash of x is equal to F2. ചുമ്മാ ഇതെല്ലാം ഒന്ന് പ്രിന്റ് ചെയ്ത് വരുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം, അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. നമുക്ക് ചുമ്മാ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, there was an error. ഓക്കെ, ഇവിടെ ഒരു കോമ ഇട്ടില്ല, അതാണ്. ഒരു കോമയും കൂടെ വേണമായിരുന്നു. ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് എല്ലാം ഡിസ്പ്ലേ ആയി. അപ്പൊ നിങ്ങൾക്ക് പരിചയമുള്ള കാര്യം തന്നെയാണ്. കോമ ഇട്ടില്ലെങ്കിൽ പോയി, ഏതെങ്കിലും ഒരു കോമ മിസ്സായാലും ഇതുപോലെ എറർ കിട്ടും. അത് പിന്നെ കണ്ടുപിടിക്കാൻ വലിയ പാടുമായിരിക്കും. ക്രിട്ടിക്കൽ പോയിന്റ് അറിയണം. ക്രിട്ടിക്കൽ പോയിന്റ് അറിയാൻ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ സോൾവ് ചെയ്യണം. therefore solve F1 is equal to F1 equal to 0. സോൾവ് ചെയ്യാൻ അതാണ്. x ആണ് വേരിയബിൾ, x എന്ന വേരിയബിൾ സോൾവ് ചെയ്യണം. കഴിഞ്ഞു. അടുത്ത നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ്സ് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം കൂടെ പ്രിന്റ് ചെയ്യാം. പ്രിന്റ്
critical points, critical points, critical points. പ്രിന്റ് ചെയ്യാം. ക്രിട്ടിക്കൽ പോയിന്റ്സ് പ്രിന്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾക്ക് അറിയാം ഓരോന്നെടുത്ത് ക്രിട്ടിക്കൽ പോയിന്റ്സ് മാക്സിമയാണോ മിനിമയാണോ എന്ന് വെരിഫൈ ചെയ്തിട്ടേ നമ്മൾ മുന്നോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ്സിന്റെ ഇടയിൽ നിന്ന് സി ചൂസ് ചെയ്യുന്നു. ഫോർ സി ഇൻ ക്രിട്ടിക്കൽ പോയിന്റ്സ്, ഫോർ സി ഇൻ ക്രിട്ടിക്കൽ പോയിന്റ്സ്, ക്രിട്ടിക്കൽ പോയിന്റ്സിന്റെ ഇടയിൽ നിന്ന് ഞാൻ സി യെ ചൂസ് ചെയ്യുന്നു. ഈ എക്സ് വാല്യൂ ഈക്വൽ ടു സി ഡോട്ട് ആർ എച്ച് എസ്, ഇതേ കാര്യം നമ്മൾ കഴിഞ്ഞ ഇതിലും ചെയ്തിരുന്നു. അതായത് നമ്മൾ സി പിയുടെ ഇടയിൽ നിന്ന് എക്സ് വാല്യൂ എന്ന് നമ്മൾ വിളിക്കുന്നത് സി ഡോട്ട് ആർ എച്ച് എസ്, ആ കൂട്ടത്തിലുള്ള ആളെയാണ് വിളിക്കുന്നത്. എക്സ് വാല്യൂവിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ് വി എന്ന് എഴുതിയാലും മതി, പ്രശ്നമൊന്നുമില്ല. വെറുതെ ഈ ഡെക്കറേഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ് വി എന്ന് മാത്രം എഴുതിയാലും മതി, ടൈപ്പ് ചെയ്യാനുള്ള സുഖത്തിനാണ്. എസ് ഡി വി, അതായത് എസിന്റെ ഡെറിവേറ്റീവ് വാല്യൂ എന്നുള്ള നിലയിലാണ് ഞാൻ എസ് ഡി വി എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് ഡെറിവേറ്റീവ് വാല്യൂ എന്നുള്ള നിലയിലാണ് പേര് ഞാൻ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എഫ് ടുവിന്റെ അകത്ത് ഈ ചൂസ് ചെയ്തിരിക്കുന്ന എക്സ് വി കൊടുക്കണം. അതായത് എഫ് ടു ഡോട്ട് എസ് യു ബി എസ്, എഫ് ടുവിന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? തൊട്ടു മുമ്പേ ചൂസ് ചെയ്ത എക്സ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് വി തൊട്ടു മുമ്പേ ചൂസ് ചെയ്ത എക്സ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സെക്കൻഡ് ഡെറിവേറ്റീവ് വാല്യൂ ആണ് കൊടുത്തു. സെക്കൻഡ് ഡെറിവേറ്റീവ് വാല്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം അത് നെഗറ്റീവ് ആണ് എങ്കിൽ മാക്സിമയും, പോസിറ്റീവ് ആണ് എങ്കിൽ മിനിമയും ആണ്. നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമയും, പോസിറ്റീവ് ആണെങ്കിൽ മിനിമയാണ്. സോ വി ആർ ഗോയിങ് ഫോർ പ്രിന്റ്. ഞാൻ തൊട്ടു മുമ്പേ പറഞ്ഞ ആ ഒരു ടൈപ്പ് ഓഫ് പ്രിന്റ് ആണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എഫ് #nx ഈക്വൽ ടു കേർലി ബ്രാക്കറ്റിന്റെ അകത്ത് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യേണ്ട വാല്യൂ എക്സ് വി. കോട്സ് ക്ലോസ് ചെയ്യാം. എന്റെ അടുത്ത പ്രിന്റ് നിങ്ങൾക്ക് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂ പ്രിന്റ് ചെയ്യാനുള്ള മെക്കാനിസം ആണത്. അടുത്ത എഫ് ഓഫ് എക്സ് എന്ന് പ്രിന്റ് ചെയ്യുക. ഈക്വൽ ടു നിങ്ങൾ പ്രിന്റ് ചെയ്യേണ്ട വാല്യൂ എന്താണ്? എഫിന്റെ അകത്ത് എക്സ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എഫ് ഡോട്ട് എസ് യു ബി എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എക്സ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രിന്റ് അഗെയിൻ എന്താണ്? എഫ് കോട്സ് എഫിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൽ ടു, അത് സെക്കൻഡ് ഡെറിവേറ്റീവ് വാല്യൂ തൊട്ടു മുമ്പേ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ പ്രിന്റ് ചെയ്യേണ്ടി വരും. എസ് ഡി വി സെക്കൻഡ് ഡെറിവേറ്റീവ് വാല്യൂ തൊട്ടു മുമ്പേ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് പ്രിന്റ് ചെയ്യേണ്ടി വരും. വേറൊന്നുമില്ല. അതായത് ഇവിടെ സി ഓവർ സി പി നമ്മൾ ചെയ്യുകയാണ്. സി ഡോട്ട് ആർ എച്ച് എസ് ആയിട്ട്, അതായത് സിയുടെ കൂട്ടത്തിലുള്ള വാല്യൂവിനെയാണ് എക്സ് വാല്യൂ ആയിട്ട് എടുക്കുന്നത്. ക്രിട്ടിക്കൽ പോയിന്റിന്റെ കൂടെയുള്ള വാല്യൂവിനെയാണ് എക്സ് വാല്യൂ ആയിട്ട് എടുക്കുന്നത്. എക്സ് വാല്യൂ സെക്കൻഡ് ഡെറിവേറ്റീവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കിട്ടുന്ന വാല്യൂ ആണ് എസ് ഡി വി. നമ്മളിവിടെ പ്രിന്റ് ചെയ്യുന്നത് വേറെ ഒന്നുമില്ല. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂ എന്താണോ അത് പ്രിന്റ് ചെയ്തു. അത് ഫംഗ്ഷന്റെ അകത്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ പ്രിന്റ് ചെയ്തു. അതിനുശേഷം എന്താണ്? അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ അകത്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ പ്രിന്റ് ചെയ്തു. ഇനി നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്നു. ഇഫ് എസ് ഡി വി ഗ്രേറ്റർ ദാൻ 0,
അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് വാല്യൂ പൂജ്യത്തിനേക്കാൾ വലുതാവുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം അപ്പൊ പ്രിന്റ് ചെയ്ത് വരേണ്ടത് മാക്സിമ എന്നാണ്, അല്ല സോറി മിനിമ എന്നാണ്. അപ്പൊ പ്രിന്റ് ചെയ്ത് വരേണ്ടത് മിനിമ എന്നാണ്. എന്താണ്? സെക്കൻഡ് ഡെറിവേറ്റീവ് വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ പ്രിന്റ് പ്രിന്റ് എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്? ലോക്കൽ മിനിമ, ലോക്കൽ മിനിമ അല്ലെങ്കിൽ ലോക്കൽ മിനിമം, വാട്ട് എവർ ഇറ്റ് ഇസ്, ലോക്കൽ മിനിമം ആണ് എന്ന് പ്രിന്റ് ചെയ്യേണ്ടി വരും. ഇനി അങ്ങനെ അല്ല, എൽസിഫ് 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 ഞാൻ പറഞ്ഞു എൽസിഫ് മാറ്റി നോക്കേണ്ടി വരും. കോളേജിൽ പോകുമ്പോൾ നമുക്കത് മാറ്റി പരീക്ഷിച്ച് നോക്കാം. ലെസ് ദാൻ സീറോ, എസ് ഡി വി ലെസ് ദാൻ സീറോ, അത് പൂജ്യത്തിനേക്കാൾ ചെറുതാവുകയാണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? മാക്സിമം എന്ന് പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ചെയ്യേണ്ടത് മാക്സിമം എന്നാണ്. ലോക്കൽ ലോക്കൽ മാക്സിമം, ലോക്കൽ മാക്സിമം എന്ന് പ്രിന്റ് ചെയ്യുക. ഇനി ഇതൊന്നും നടക്കാത്ത പക്ഷം എൽസ്, ഇതൊന്നും നടക്കാത്ത പക്ഷം എൽസ് എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്? പ്രിന്റ് നോ കൺക്ലൂഷൻ. ഇതൊന്നും നടക്കാത്ത സമയത്ത് നമ്മളത് പ്രിന്റ് ചെയ്യേണ്ടത് നോ കൺക്ലൂഷൻ എന്നാണ്. ഇൻകൺക്ലൂസീവ്. നിങ്ങൾക്കറിയാം ഇപ്പൊ ലോക്കൽ മിനിമം എങ്ങാനും എന്താണ് ലോക്കൽ മിനിമം എങ്ങാനും നമ്മൾ വിചാരിക്കുന്ന പോലെ പോസിറ്റീവോ നെഗറ്റീവോ ആയി കിട്ടിയില്ല, സീറോ ആയി, ഇൻഫ്ലക്ഷൻ ആയി എങ്കിൽ ടെസ്റ്റ് ഇസ് ഇൻകൺക്ലൂസീവ്. ടെസ്റ്റ് ഇൻകൺക്ലൂസീവ്, ടെസ്റ്റ് ഇൻകൺക്ലൂസീവ്. ടെസ്റ്റിന് പ്രത്യേകിച്ച് കൺക്ലൂഷൻ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ നമുക്കിത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, എററുകളൊന്നുമില്ല, ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അല്ല, എററുണ്ട്, എന്തോ ഒരു എറർ വന്നു. എന്താണ് പറ്റിയെന്ന് നോക്കാം. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പ്രിന്റ് ചെയ്തതിന് ശേഷമാണ് വന്നത് C.cp SUBS SDV XV സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു നമ്മള് SUBS. ഓക്കെ 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 ഓക്കെ, അവിടെ പ്രശ്നം മനസ്സിലായി. SUBS X is equal to എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് അവിടെ എഴുതണം. X is equal to വേരിയബിളിന്റെ കാര്യം അവിടെ മെൻഷൻ ചെയ്യണം. X is equal to നമ്മൾ തൊട്ട് മുകളിൽ മെൻഷൻ ചെയ്തു, X is equal to മെൻഷൻ ചെയ്തു, പക്ഷെ ഇവിടെ മെൻഷൻ ചെയ്തില്ല. കറക്റ്റ് കണ്ടോ? അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ DF ഡോട്ട് ഏത് ഫംഗ്ഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഡോട്ട് SUBS X is equal to വേരിയബിൾ മെൻഷൻ ചെയ്യണം. ഞാൻ അവിടെ മെൻഷൻ ചെയ്തില്ലായിരുന്നു, ഞാൻ ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അതാണ് അവിടെ ഉള്ളത്. X is equal to XV, X is equal to, അപ്പോ നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് X is equal to 2 ആണ്. അത് ഫംഗ്ഷന്റെ അകത്ത് കൊടുത്താൽ 4ഉം സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ അകത്ത് കൊടുത്താൽ -6 കിട്ടും. നെഗറ്റീവ് വന്നു, അപ്പൊ മാക്സിമം ആണ്, മാക്സിമം വാല്യൂ 4. അതേപോലെ 2 കൊടുത്തപ്പോ 2 ഒരു അടുത്ത ക്രിട്ടിക്കൽ പോയിന്റ് ആണ്, അത് സെക്കൻഡ് ഡെറിവേറ്റീവ് കൊടുത്തപ്പോ 6, ഫംഗ്ഷനിൽ കൊടുത്തപ്പോ 0, സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ്. അപ്പൊ മിനിമം വാല്യൂ 0, മാക്സിമം വാല്യൂ 4, മിനിമം വാല്യൂ 0. അപ്പോ ഇതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും ടെസ്റ്റ്. ഞാൻ ഒരേ പ്രോബ്ലം തന്നെയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. റെക്കോർഡിൽ നിങ്ങൾ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. പക്ഷേ പരീക്ഷയ്ക്ക് മറ്റ് ക്വസ്റ്റ്യൻ വരാം. ഈ ഒരു ഫംഗ്ഷന് പകരം മറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാൻ പ്രതീക്ഷിക്കാം.